അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ഇത് നമ്മുടെ വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ജീവിക്കുന്ന മുസ്ലിങ്ങളായ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കിതാബുകളിലെ ഫിഖിൻ്റെയും അതുപോലെ തൻബീഹ് മുതലായ കിതാബുകളിലും പറഞ്ഞ ആശയങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. അതേപോലെ കിതാബിൻ്റെ പേജ് നമ്പറോ മറ്റോ ഇതിൽ കൊടുക്കുന്നില്ല. നേരെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും മൂന്ന് കാര്യങ്ങളാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഏത് വ്യക്തി ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഏതൊരു മുസ്ലിമും മൂന്ന് കാര്യങ്ങളാണ് അവൻ്റെ തേട്ടം. എന്താ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, സുഭിക്ഷമായ ഭക്ഷണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുഭിക്ഷമായ ഭക്ഷണം എന്ന് പറയുന്നതിൽ എന്തൊക്കെ പെട്ടെന്നറിയോ? ഓനക്ക് സമയാസമയങ്ങളിലുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ഓൻ്റെ വീട്, കാറ് എല്ലാം ഇതിൽ വന്ന് ജീവിതത്തിൽ സുഭിക്ഷത എന്നാണ് പറയുക. സുഭിക്ഷമായ ഭക്ഷണം എന്നല്ല, ജീവിതത്തിൽ സുഭിക്ഷത ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓനക്ക് എല്ലാ നിലക്കും എന്ത് ചെയ്യണോ? ജീവിതം ആസ്വദിക്കാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. അത് മനുഷ്യന്മാരെ മൊത്തത്തിലുള്ള കാര്യം തന്നെയാണ് കേട്ടോ, മുസ്ലിങ്ങളെന്നല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? വൽ മൻസിലത്ത് ഫിന്നാസി, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം വേണം. ആളുകളെ നാലാൾ കൂടുന്നിടത്തില്ലേ, ഓ ഇതാരാ നമ്മളെ ഇന്ന് ഉസ്താദാ, അല്ല ഇന്ന് ആചാരാ, അല്ലെങ്കിൽ ഇന്നാളെ മോനാ എന്ന് പറയുന്ന രൂപത്തിൽ നല്ലൊരു സ്ഥാനം വേണം ജനങ്ങളുടെ ഇടയിൽ. മൂന്നാമത്തെ കാര്യം എന്താ? വസാദുലിൽ ആഖിറത്തി, പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള യാത്രാ വിഭവങ്ങൾ വേണം. അപ്പോൾ മൂന്ന് കാര്യമാണ് ദുനിയാവിലെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ജീവിതത്തിലെ സുഭിക്ഷത. രണ്ടാമത്തേത്, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം. മൂന്നാമത്തേത്, പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള യാത്രാ വിഭവം. ഏത് മനുഷ്യന്മാരും നമ്മളങ്ങ് ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും മുകളിലുള്ള നരേന്ദ്രമോദി തൊട്ടിട്ടേ ഇവിടെ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ട് തെണ്ടുന്നവൻ വരെ ഏതൊരുത്തനും എടുത്തു നോക്കിയാലും ഈ മൂന്ന് കാര്യത്തിൽ മാത്രം പരിമിതാന്ത മനുഷ്യൻ്റെ ജീവിതം നാലാമതൊരു കാര്യമില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. കാരണം ഈ ജീവിതത്തിൽ സുഭിക്ഷത എന്ന് പറയുമ്പോൾ ഓൻ്റെ ആരോഗ്യം വന്ന്, ഭക്ഷണം വന്ന് എന്ന് തുടങ്ങി സർവ്വ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ അതൊക്കെ ഒരുത്തന് കിട്ടി. പിന്നെ ഓനിക്ക് എന്ത് ചെയ്യണോ? മന്ത്രി, MLA ആകണം.
MP ആകണോ, മന്ത്രിയാകണോ, കോളേജ് നടത്തുന്ന ആളാകണോ, അതുപോലെ തന്നെ പിരിവ് നടത്തിയിട്ട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാകണോ? ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്തായാലും ഈ ബാധത്തുകൾ ചെയ്യുമല്ലോ. ഇതാണ് മനുഷ്യന്മാർ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇനി ഈ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ 4 കാര്യം വേണം, എന്നാലേ ഇത് നടക്കുകയുള്ളൂ. എന്താ 4 കാര്യങ്ങൾ എന്നറിയോ? നല്ല രീതിയിൽ പണം സമ്പാദിക്കുക, നല്ല രീതിയിൽ പണം സൂക്ഷിച്ച് വെക്കുക, നല്ല രീതിയിൽ പണം അധികരിപ്പിക്കുക, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും നാട്ടുകാർക്കും പാവങ്ങൾക്കൊക്കെ ചെലവഴിക്കുക. ഈ 4 കാര്യമാണ് ഈ മോൾ പറഞ്ഞ 3 കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഞാനിതൊരു മുഖവുര പറഞ്ഞതാണ്. നമ്മളിനി ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. നല്ല രീതിയിൽ പണം സമ്പാദിക്കുക എന്നത്, അതാണല്ലോ ഇതിൻ്റെ മുഖ്യം. മനുഷ്യന്മാർക്ക് പൈസ വേണം, പണം വേണം. അതിന് നമുക്കൊരുപാട് വഴികൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാം, അതുപോലെ തന്നെ സർവീസ് ജോലികൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി വിൽക്കാം, അതുപോലെ തന്നെ കൃഷി ചെയ്യാം എന്ന് തുടങ്ങി നിരവധിയായ ജോലികൾ, കണ്ടുപിടുത്തങ്ങൾ നടത്തുക, റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞതിൻ്റെ പട്ടിക അനന്തമാണ്. അതുകൊണ്ട് ഞാൻ ആ പട്ടികയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ പട്ടികയിൽ നമ്മൾ പറയുമ്പോൾ എന്താ കുഴപ്പം, ഇവിടെ എന്താ കുഴപ്പം വരുന്നതെന്നറിയോ? നമ്മളെ സംബന്ധിച്ച് അള്ളാൻ്റെ റസൂല് പറഞ്ഞത് അദ്ദുന്യ സിജിനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരി. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവിശ്വാസിയുടെ ജയിലാണ്, കാഫിറിൻ്റെ സ്വർഗവുമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്ന എല്ലാ പണിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം, പിന്നെ മദ്യം ഉണ്ടാക്കലും അതുമായിട്ട് വിൽപ്പനയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ ഒരു തോമസോ ഒരു ഷാജിയോ ഒരു ബെന്നിയാറ്റോ ഒരു ബീവറേജിൽ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബാർ ഹോട്ടലിൽ പണിയെടുക്കുന്നുണ്ട്, നല്ല ശമ്പളമുണ്ട്. ഓൻ വന്നിട്ട് നമ്മളോട് പറയാന്ന് നല്ല ജോലിയാണ്, നല്ല ശമ്പളം ഉണ്ടല്ലോ, ഞാനും ഏതായാലും ഉണ്ടല്ലോ, നീ പോയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പോകാൻ പാടില്ല. ഒന്നാമത്തെ കുഴപ്പങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബാങ്കിൽ ജോലി, നമ്മളെ സ്വട്ട് കൊടുത്ത് നമ്മളെ കൂടുതൽ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടുകയാണ് ഗവൺമെൻറ്റിൽ, ബാങ്ക് ജോലി പലിശയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുസ്ലിമിനവിടെ പറ്റൂല, ഓൻ തിരിഞ്ഞു നോക്കണം. കാരണം എന്താ, നമുക്ക് ജോലിയിൽ ശമ്പളം കിട്ടുന്നത് നമ്മൾ ചെയ്യുന്ന, നമുക്ക് പറയാം ഞാൻ ജോലി ചെയ്തതിൻ്റെ കൂലിയെ വാങ്ങുന്നുള്ളൂ, നമുക്ക് പിന്നെ നമ്മളെന്ത് ചെയ്യുന്നില്ല, ആറാമായിട്ടായിരുന്നു മോട്ടിക്കുന്ന ഇതൊന്നും ഇല്ലല്ലോ, നമ്മൾ ചെയ്യുന്ന ജോലിക്കല്ലേ നമ്മൾ കൂലി വാങ്ങുന്നുള്ളൂ. പക്ഷേ മദ്യം, പലിശ മുതലായവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മദ്യം, ചൂതാട്ടം, പലിശ പോലെയുള്ളവയുമായി ബന്ധപ്പെട്ട ജോലികൾ മുസ്ലിമിന് ചെയ്യാൻ പറ്റൂല. കാരണം അതിൽ നിന്ന് ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഭക്ഷണം ഹറാമിൽ നിന്നുള്ളതായാൽ അവൻ്റെ രക്തം ഹറാമായി മാറും. രക്തം ഹറാമായി മാറിയാൽ എന്തു ചെയ്യും? പിന്നെ നരകത്തിലേക്ക് പോകും. അപ്പം നമുക്ക് അവിടെ ജയിലിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ. അല്ലാണ്ട് മുസ്ലിമിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഹിന്ദു, ക്രിസ്ത്യാനി, മറ്റ് നമ്മളെ സഹോദര സമുദായങ്ങൾ ഇടുന്ന പോലെ നമുക്ക് ഷർട്ട് ഇടാം, മുണ്ടെടുക്കാം. അത് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നിടത്ത് നമ്മൾ ജയിലിൽ നിയന്ത്രണം വന്നു, ജയിലായി, അവൾക്ക് സ്വർഗമായി. ഓൽക്ക് ആ ഭക്ഷണത്തിൻ്റെ കൂടെ പന്നിയിറച്ചി ചേർത്താൽ കുഴപ്പമില്ല, ഓൽക്ക് കുറച്ച് കള്ളുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ നിയന്ത്രണം വന്നു. ഇതേപോലെ തന്നെ ജോലിയിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാങ്കുമായിട്ടോ അതുപോലെ തന്നെ പിന്നെ മദ്യമായിട്ടൊന്നും ബന്ധപ്പെട്ട ജോലി നമുക്ക് ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും പറയും ഏറ്റവും നല്ല ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മൊയ്ലാർമാർ, നമ്മളെ മതപണ്ഡിതന്മാരായ മൊയ്ലാർമാർ വരെ പറയുന്നത് എന്താണെന്നറിയോ? കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു മാഷായിട്ട് സ്കൂളിൽ BEd കഴിഞ്ഞാൽ മതി. BEd കഴിഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു എയ്ഡഡ് സ്കൂളുണ്ട്, അവിടെ ഒരു 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ ജോലി കിട്ടും. പിന്നെ കാലാകാലത്തേക്ക് സ്ഥിരമായില്ലേ? പൊന്നാര ഹബീബന്മാരെ, നിങ്ങൾ നരകത്തിലേക്കുള്ള വഴി ചോദിച്ച് പൈസ കൊടുത്ത് വാങ്ങുവാന്ന്. നമ്മൾ പറയാറുണ്ടല്ലോ, പണം കൊടുത്തിട്ട് കടിക്കുന്ന നായിനെ വാങ്ങുവാന്ന്. ഇത് മൊയ്ലാർമാർ ഉൾപ്പെടെ ചെയ്യുന്നതാണ്. എന്താ ചെയ്യുന്നത്? ഈ കേരള സർക്കാരിൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ജോലി, മാഷിമാർ മുൻഷിമാർ എന്നൊക്കെ പറയുന്ന ജോലി പൈസ കൊടുത്തിട്ട് വാങ്ങും, 10-20 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ പൊതുവെ ഒരു ചൊല്ലുണ്ട്, സർക്കാർ ജോലി കിട്ടിയാലേ ജോലി കിട്ടുന്നത് വരെ പണിയുള്ളൂ, പിന്നെ പണിയൊന്നുമില്ല, വീട്ടിൽ കിടന്നുറങ്ങിയാൽ ശമ്പളം കിട്ടുമെന്ന്. പൊന്നാര ഹബീബന്മാരെ, ഇന്ത്യ രാജ്യത്താണെങ്കിൽ പൊതുവെ നമുക്ക് കുറച്ച് ന്യായമുണ്ട്. പക്ഷേ കേരളത്തിൽ പക്ക ഈ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ധനമന്ത്രി 2 വർഷം മുമ്പ് നിയമസഭയിൽ നമ്മളെ സർക്കാരിൻ്റെ വരുമാനം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് ലോട്ടറി വിറ്റ് കിട്ടുന്നതും അതുപോലെ തന്നെ മദ്യം വിറ്റ് കിട്ടുന്നതുമാണെന്ന് സർക്കാർ, കാരണം അവരാണെങ്കിൽ ശമ്പളം തരേണ്ടത്. സർക്കാർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയതാണ്. പക്ഷെ ഭരിക്കുന്നവർ, ഒഫീഷ്യലും അതുപോലെ തന്നെ മന്ത്രിമാരും കൂടുന്നവരാണല്ലേ ഭരിക്കുന്നവരെന്ന് പറയുമ്പോൾ. അവർ പറയുകയാണ് എന്ത്, ഇതാ ഇവിടെ വേറെ സർക്കാരിന് വേറെ വരുമാനമൊന്നുമില്ല, ഈ പൈസ ഇങ്ങക്ക് തരുന്ന പൈസ ഞങ്ങൾ കള്ള് വിറ്റിട്ടും അതുപോലെ തന്നെ ഈ ലോട്ടറി വിറ്റിട്ടും പരമാവധി ഇരട്ടി പലിശ കൊടുത്തുകൊണ്ട് ഗിഫ്റ്റിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പേര് പറഞ്ഞിട്ട് ഇരട്ടി പലിശയൊക്കെ കൊണ്ടുവന്നിട്ട് ലോൺ എടുത്തിട്ട് കൊണ്ടുവരുന്ന പൈസയാണെന്ന് തരുന്നവർ തന്നെ പറയുന്നു. ആ പൈസ മേടിച്ചിട്ട് ശമ്പളം മേടിച്ച് തിന്നുക ആര്? ഇസ്ലാമിൻ്റെ പേരിൽ നിൽക്കുന്ന ഗവൺമെൻറ് ജോലിക്കാർ എന്ന് പറയുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പൈസ കൊടുത്തിട്ട് ജോലി വാങ്ങിയ അധ്യാപകർ, സ്കൂൾ മുൻഷിമാർ, അതുപോലെ തന്നെ സ്കൂൾ മാഷന്മാർ എന്ന് പറയും. ഇവർക്കൊരു പൊതുവെയുള്ള പേരാണ് മാഷന്മാർ. ഭയങ്കര സമുദായത്തിൽ ഭയങ്കര അന്തസ്സ് കൊടുക്കുന്ന ജോലിയാണ് ഇവരെ. ആര് എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ. അതായത് അപ്പം ചിലർ ന്യായീകരിക്കും, എന്ത്, നമ്മൾ പണിയെടുത്ത കൂലിയല്ലേ തരുന്നത്, ഞങ്ങൾ പണിയെടുത്ത കൂലിയല്ലേ തരുന്നത്, അപ്പം ഞങ്ങൾക്കത് നോക്കണ്ടല്ലോ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ ബോംബെയിലെ പണ്ടുണ്ടായിരുന്നല്ലോ നമ്മളെ ദാവൂദ് ഇബ്രാഹിം, അയാൾ പല സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അയാൾ ഓട്ടോറിക്ഷ വാഹന സർവീസും ഗുണ്ടാപ്പിരിവും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നമ്രൂദിന് ആളുകളുണ്ടായിരുന്നു, ഫറോവക്ക് ആളുകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ പല ആക്രമിക്കും ആളുണ്ട്. എന്നാൽ പിന്നെ ഇവരെ കൂടുതൽ കൊട്ടേഷൻ അങ്ങ് പോയപ്പോൾ ഇതിനെക്കാട്ടെ കൂടുതൽ പൈസ കിട്ടൂലേ? അപ്പോൾ നമ്മളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ശുബ്ഹത്തിൻ്റെ ഭക്ഷണം പോലും, അതായത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുണ്ട്. നമ്മളൊരു കടയിൽ കയറി, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, അപ്പോൾ ഇറച്ചി കൊണ്ട് തന്നു, നമുക്കൊരു ഡൗട്ട്, ഈ കോഴി ഇതിനെ കൊന്നയാണോ അറുത്തയാണോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. നമ്മളെന്താ ചെയ്യുക? ദഹ്മാ യുരീബുക്ക ഇലാ മാലാ യുരീബുക്ക്. ഇമാം ഗസാലി പറയുന്നു, നിനക്ക് സംശയമുള്ളതിനെ സംശയമില്ലാത്തതിലേക്ക് നീ മാറ്റി വെച്ചോളണം എന്നാണ് വ്യവസ്ഥ. അതേസമയം ഇത് തെരഞ്ഞാൽ ഉറപ്പിച്ച് പറയുന്നു. എന്ത്? പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കഥയിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് നല്ല ഇറച്ചീൻ്റെ വാസന വന്നു. അല്ല, യാക്കൂബ് നബീൻ്റെ അല്ല, നമ്മളൊരു ഹാജിയുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഹജ്ജിന് വേണ്ടിയിട്ട് പണം സ്വരൂപിച്ച് കൂട്ടി. അങ്ങനെ പോകാനുള്ള ഒരുക്കത്തിൻ്റെ ദിവസത്തിൽ അയാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് നല്ല ചുട്ട ഇറച്ചിയുടെ വാസന വരുന്നു. അങ്ങനെ അയാളെ വീട്ടിലേക്ക് പോയി നോക്കി. അവിടെ എന്താ കണ്ടത്? ഒരു സ്ത്രീയുണ്ട്, ഇറച്ചി പാകം ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ ഇറച്ചിയാന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, ഞങ്ങൾക്കും കുറച്ച് ഇറച്ചി തരുമെന്ന് ചോദിച്ചപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമുമാണ്. അങ്ങനെ എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇതൊരു ചത്ത് കിടക്കുന്ന കഴുതൻ്റെ ഇറച്ചി കൊണ്ടുവന്നതാണ്. അയാൾ 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്
ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഹലാലാന്ന്, പക്ഷേ നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹജ്ജിന് പോകുന്നയാൾ അയാളുടെ പൈസയൊക്കെ, ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച പൈസയൊക്കെ ആ സ്ത്രീക്ക് കൊടുത്തു എന്നും അത് കാരണമായി ആ കൊല്ലത്തെ എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആ സ്ത്രീക്ക് അത് ഹലാലായിരുന്നു, ഇയാൾക്ക് പിന്നെ മറ്റുള്ളവർക്ക് പറ്റൂല എന്ന് പറഞ്ഞ പോലെ ഇത് വിളമ്പിത്തരുന്ന ആൾ തന്നെ പറയുന്നു, ഇത് ഞാൻ ഹറാമായ പൈസ കേട്ടോ തരുന്നത്, നിങ്ങൾക്ക് വേണേ മേടിച്ചാൽ മതിയെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും ആ പൈസക്ക് വേണ്ടി, അത് കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടി, ആ പൈസക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോൺ എടുത്തിട്ടൊക്കെ കൊണ്ടുവരുന്ന പൈസ എന്ന് പറയുമ്പോൾ പൊതുമുതലാണ്. ഈ പൊതുമുതലിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും തൃപ്തി വേണം. നമുക്കാർക്കും തൃപ്തി ഉണ്ടോ ഇവർക്കിങ്ങനെ ഇരട്ടി കൊടുക്കുന്നതിന്? കേരള സർക്കാരിൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ഇത് ഇത്രയും ഭീമമായ സംഖ്യ കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഇവിടെ നാളെ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ എത്ര ശതമാനം ആളുകൾ അത് ശരി അത്ര തന്നെ കൊടുക്കണമെന്ന് പറയുന്നവരുണ്ടാവും? 100 ആളെ തിരഞ്ഞെടുത്ത് 100 ആളിലെന്ന് പറഞ്ഞിട്ടുണ്ട് 99% ആളുകളും ഈ കേരളത്തിലെ ഈ 3% വരുന്ന ആളുകൾക്ക് ഈ ഇരട്ടിക്കണക്കിന് നാട്ടിൽ മറ്റെവിടെയുമില്ലാത്ത, അതായത് നമുക്കറിയാം സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സർവീസിൽ 60,000 70,000 കൊടുക്കുന്നു. ഇവിടെ സാധാരണ പ്രൈവറ്റ് സ്കൂളിൽ ഇയാളെ കാട്ടി വിവരവും വിദ്യാഭ്യാസമുള്ള ആൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് 8,000 ഉറുപ്യ 9,000 ഉറുപ്യക്ക്. എന്ത് അന്യായമാണ്! അപ്പം ഞങ്ങൾക്ക് ഞാൾ സമരം നടത്തിയിട്ട് കിട്ടിയ അവകാശമാണെന്ന് പറഞ്ഞു. ഇക്കണക്കിന് ഇവിടെ നാട്ടിലുള്ള വേശ്യ സ്ത്രീകൾ കൂടിയിട്ട് അവരൊരു അസോസിയേഷൻ രൂപീകരിക്കുന്നു. എന്നിട്ട് അവരങ്ങ് സമരത്തിന് ഇറങ്ങുന്നു. ഞങ്ങൾക്ക് പബ്ലിക്കിൽ വ്യഭിചാരം നടത്താനേ അനുമതി കിട്ടണം. സർക്കാർ കൊടുക്കേണ്ടി വരും, നമുക്കറിയാം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഓർഡറുകൾ, പുതിയ നിയമങ്ങൾ വന്നു. എന്താ നിയമം? ഒരു പ്രായപൂർത്തിയായ സ്ത്രീയും ഒരു പുരുഷനും കൂടി ഒരു റൂമിലേക്ക് കയറിയാലോ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ സദാചാര പോലീസിങ് ഒന്നും നടത്താൻ പറ്റൂല, എല്ലാവർക്കും തോന്നിയ പോലെ കളിച്ചോട്ടെ എന്നാണ് കോടതി നിയമം പറയുന്നത്. പക്ഷേ അത് രാജ്യത്തിൻ്റെ നിയമമാണ്, ഇസ്ലാമിൻ്റെ നിയമമല്ല. രാജ്യം എത്ര തന്നെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇസ്ലാമിൻ്റെതായ നിയമം ഉണ്ടോ. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ജയിലും മറ്റവനിക്ക് സ്വർഗമാണ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ഇറക്കി പിടിച്ചു വാങ്ങാൻ എല്ലാവർക്കും അധികാരമുണ്ട്. ഒരാളൊരു ഉയർന്ന സ്ഥാനത്തെത്തി, ഒരു സമുദായത്തിലെ വലിയൊരു പണ്ഡിതൻ, ഇങ്ങനെ അയാൾ വലിയൊരു അറബി കോളേജ് ഇതൊക്കെ നടത്തുകയാണ്. അതിൻ്റെ കൂടെ ഒരു എയ്ഡഡ് സ്കൂൾ തുടങ്ങി. എന്നിട്ട് അവിടെ ഈ സ്കൂളിൻ്റെ പേരിൽ എന്ത് ചെയ്യാന്ന് ഈ അവിടത്തേക്ക് ജോലിക്ക് വരുന്ന മാഷുമാരോട് പറയാണ്, നിങ്ങൾ 10-25 ലക്ഷം തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയാണ്. ഈ ഗവൺമെൻറ് ജോലി കിട്ടിയാൽ എന്താ കാര്യം? നിങ്ങൾക്ക് മാസം മാസം ശമ്പളം കിട്ടും, ബാങ്കുകാരെ എത്തുന്ന ആവശ്യത്തിന് ലോണ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നും ലോണ് കിട്ടാനും വീടുണ്ടാക്കാനും എല്ലാം കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചർമാരായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാം. തീർന്നോ? നിങ്ങൾ റിട്ടയർഡായ പെൻഷൻ കിട്ടും. അതുകൊണ്ട് ധൈര്യമായിട്ട് 25 ലക്ഷം കൊണ്ടു തന്നേക്കെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങുക. അവിടെ ഒരു കാര്യം നമ്മൾ വളരെ ചിന്തിക്കണം. ഈ പൈസ വാങ്ങുന്നത് തെറ്റാണ്, കൊടുക്കുന്നത് തെറ്റാണ്, അതുപോലെ തന്നെ അത് തിന്നുന്നത് തെറ്റാണ്, അത് പലിശയിൽ നിന്നുണ്ടായതാണെന്ന് തിരിച്ചറിയണം. അവൻ എത്ര വലിയ പണ്ഡിത വേഷധാരിയായാലും അവനെ ചെമ്മട്ടിക്കടിക്കണം. അവനെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, ഫാസിക്കാണ്, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ഇവനൊക്കെ ദീനും കൊണ്ട് ഇറങ്ങിക്കാം. മാഷുമാരാണ് ഇത്ര മാഷുമാർ. എന്ത് മാഷ്? എടുത്ത മാഷ്. എടോ, അള്ളാൻ്റെ മുന്നിൽ ഒരു മാഷും ഇല്ല. ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ അധ്യാപകൻ ഇന്നമാ ബൂയിസ്തു മുഅല്ലിമാന്ന് പഠിപ്പിച്ച അള്ളാൻ്റെ റസൂലിനെക്കാട്ടും വലിയ മുഅല്ലിമാരുടെ ഇവിടെ ഉള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കണോ? എന്നിട്ട് ഇവരൊക്കെ ദീനിൻ്റെ പേരും പറഞ്ഞ് തലപ്പത്ത് കയറിയിരുന്ന് നമ്മളെ ഭരിക്കുക. ഇവനാണ് ദീന് പഠിപ്പിക്കുന്നത്. ഇവിടെ എവിടെയാണോ ദീനുണ്ടാവുക? ഇത് ദജ്ജാൽ വരാൻ പോകുന്ന അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം, ഈ പലിശ പണവും, അതുപോലെ തന്നെ ഈ ലോട്ടറി വിറ്റ പൈസയും ഈ കള്ള് വിറ്റ പൈസയും എടുക്കുക. ഇത് ജയിലിൽ നിന്ന് പരസ്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആ ശമ്പളം വാങ്ങുക. എന്നിട്ട് തീർന്നോ നമ്മളെ പോരായ്മ? ഉക്കിരിമ റജിൽ മഹാബത്ത ശരീഹി. ഒരു മനുഷ്യൻ്റെ ഷെറ് പേടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? അവനെ ആളുകൾ ബഹുമാനിക്കും ഖിയാമത്ത് നാളാകുമ്പോൾ.
എന്താ അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ശമ്പളം വാങ്ങുന്ന മാഷുമാരെന്താ ചെയ്യാന്നറിയോ? ഓരോ മഹലിൻ്റെ പേരും പറഞ്ഞിട്ട് കമ്മിറ്റിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആക്കി വെക്കും. ആരെ? ഈ പലിശ, പക്ക പലിശയും, ലോട്ടറി വിറ്റ പൈസയും, കള്ള് വിറ്റ പൈസയും മേടിച്ച് തിന്നുന്നോനെ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സമുദായത്തിൽ കുറേ ചെറുപ്പക്കാർ കുട്ടികൾ മൊബൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പലജാതി വണ്ടീൻ്റെ സ്പെയർ പാർട്സുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നുണ്ട്. ഇങ്ങനെ പല സംഭവം നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചെറുക്കൻ, ഓനെ കുറച്ച് മറ്റുള്ള മതക്കാരൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് കൂട്ടിക്കോ. ഓൻ ഈ സർവീസ് നടത്തുന്നത്. അവിടെ ഓനെന്ത് ചെയ്ത്, ഓൻ്റെ കടയിൽ കുറച്ച് വിദേശ മദ്യത്തിൻ്റെ കുപ്പി കൊണ്ടയച്ച്. ആരെങ്കിലും വന്നിട്ട് അങ്ങനെ ഓൻ കുടിക്കലൊന്നുമില്ല. അങ്ങനെ കുടിക്കുന്ന കുട്ടികളാണെന്ന് നമ്മുടെ സമുദായത്തിലെ കുട്ടികൾ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ ഇവൻ എന്ത് ചെയ്യാന്ന്, അവിടെ കുറച്ച് വിദേശ മദ്യ കുപ്പികൾ കൊണ്ടയച്ച് ഏതെങ്കിലും ആർക്കെങ്കിലും രഹസ്യമായിട്ട് വിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ആ വിൽക്കുന്നിടത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ഒറ്റിക്കൊടുത്ത്, പോലീസിലേക്ക് ഒറ്റിക്കൊടുത്ത്, അല്ല എക്സൈസിലേക്ക് അറിയിച്ചു. അങ്ങനെ അവർ വന്നിട്ട് പിടിച്ചു. ഓൻ്റെ അടുത്ത് 2 കുപ്പി മദ്യമുണ്ട്. ആ മദ്യത്തോടെ ഓനെ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പുകിലേ? പിറ്റേന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വാർത്ത, പത്രങ്ങളിൽ വാർത്ത, TV-യിൽ വാർത്ത, മദ്യമായിട്ട് പിടിയേ. ഓൻ ചെയ്തത് മതപരമായിട്ട് ഓൻ ചെയ്ത് തെറ്റെന്നാ, സാമൂഹികപരമായിട്ട് ഓൻ ചെയ്ത് തെറ്റെന്നാ, ഇത് രണ്ടും ഒന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്താ ചെയ്തത്? ഓ മദ്യം വിറ്റു. മദ്യം വിൽക്കൽ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയാൽ തെറ്റാണ്. ശരി ആണല്ലോ, തെറ്റ് തന്നെയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ നാട്ടിലെ പള്ളിയിലത്തെ മൂല്യന്മാരങ്ങ് പ്രസംഗിക്കും, ഇത് പൊന്നാര ഹബീബന്മാരെ, മദ്യം വാങ്ങരുത്, അത് വിൽക്കരുത്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യശ്രിബു ശാരിബു ഹീന യശ്രിബു വഹുവ മുഅ്മിൻ. വ്യഭിചാരി വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനല്ല, മദ്യപിക്കുന്നവൻ മദ്യപിക്കുന്ന സമയത്ത് മുഅ്മിനല്ല എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലെ ഖത്തീബ് ജഗപൊകയായിട്ട് പ്രസംഗിക്കും. ഈ ചെറുക്കൻ ആകെ വഷളാവും, നാട്ടിലാകെ പാട്ടായി, മദ്യം വിറ്റോനെ. എന്നിട്ട് അവനോട് പറയും, എടാ എനിക്ക് മദ്യം വിറ്റിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് പൈസ കൊണ്ടുപോകുന്നതിൽ നല്ല എനിക്ക് കട്ടുവിടറ, എനിക്ക് തെണ്ടിക്കൊടുറ, പിച്ചെടുത്തുവിടറ, അധ്വാനിച്ച് തിന്നടാ എന്ന് പറയൂലേ? എല്ലാവരും സാധാരണ ചെയ്യുന്നതാണ്. എന്നിട്ട് പറഞ്ഞിട്ട് തീർന്നോ? അങ്ങനെ അവനെ അങ്ങ് അപമാനിതനാണ്. അവനൊരു കല്യാണാലോചനയോ മറ്റോ, അവൻ്റെ പെങ്ങൾക്കൊരു കല്യാണാലോചനയോ മറ്റോ വന്നാലേ ആരെങ്കിലും വന്നിട്ട് അന്വേഷിക്കാൻ നാട്ടിലെ മൊയിലാരോട് എന്താ ചോദിക്കുന്നത്? പിന്നെ നമ്മളെ ഷെഫീക്കില്ലേ, മോൻ്റെ നമ്മളെ വീടിനേക്കാളും മോനില്ലേ, ഓനെ പറ്റി എന്താ ഇപ്പം? പക്ഷേ അത് വലിയ നല്ല ബന്ധമല്ല കേട്ടോ. എന്താ കുഴപ്പം? ഓനിക്ക് എടുത്ത് എൻ്റെ മദ്യം വിറ്റിന്, കള്ളിൻ്റെ പൈസ അല്ലേ വീട്ടിൽ തിന്നെ. അപ്പം നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇത് ചോദിക്കാത്ത ഒരു പൊതുപ്രവർത്തകനും ഉണ്ടാവില്ല നാട്ടിൽ, ഒരു മൊഴിയാറും ഉണ്ടാവില്ല. നമുക്ക് അനുഭവമില്ല. അതേസമയം ആ നാട്ടിലെ കമ്മിറ്റീൻ്റെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു മാഷ്, എയ്ഡഡ് സ്കൂളത്തെ മാഷാണ്, പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ജോലി കിട്ടിയ മാഷാണ്. അയാളും ഇതിനെക്കാട്ടും ഗൗരവപ്പെട്ടെ, അയാൾ 3 തെറ്റാ ചെയ്യുന്നത്. ഒന്ന്, മറ്റോ കള്ളിഷാപ്പിൽ പൈസ മേടിച്ചല്ല ഇത് കൊണ്ടുവന്നിട്ട്, അതായത് പിന്നെ മദ്യം കൊണ്ടുവന്നിട്ട് വിറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഈ മാഷിന്ന് തെറ്റെന്തല്ല, ഈ കള്ള് വിറ്റ പൈസ ഒന്നാമത്, രണ്ടാമത് കള്ള് ലോട്ടറിയും കൂടി വിറ്റ പൈസ, മൂന്നാമത് അതിൻ്റെ അവകാശികൾ, അത് ഈ നാട്ടിലെ ജനങ്ങളാണ്, പൊതുജനാണ്. ഈ ജനങ്ങൾക്ക് പൊരുത്തമില്ലാത്ത പൈസ, പിടിച്ചു പറിച്ചെടുക്കുന്ന പൈസ, സംഘടനയുടെ പൈസയിലെ അധികാരം മുമ്പ് ഉപയോഗിച്ചിട്ട്, സംഘബലം ഉപയോഗിച്ചിട്ട് പിടിച്ചെടുക്കുന്ന പൈസ, അതായത് ചുങ്കക്കാരെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ, കൊള്ളക്കാർ, അധികാരത്തിന്റെ പേരിൽ കൊള്ളയടിക്കുന്നവർ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി, കേരളത്തിലുള്ള മുഖ്യമന്ത്രിയെ പറ്റിയും അവരുടെ കുടുംബത്തിന്റെ പേരിലൊക്കെ ഒരുപാട് പൈസ തട്ടിപ്പ് നടത്തി കൊള്ളയടിച്ചു എന്നൊക്കെ പറയുന്നത് നമ്മൾ പത്രങ്ങളിലും TV-യിലൊക്കെ വായിക്കാറുണ്ട്. അപ്പം അയാൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം, എന്ത്,
എനിക്ക് അധികാരമുണ്ട്. എനിക്കെടുക്കുന്നതിന് എന്താ തെറ്റി? ഞാൻ മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ എന്തെങ്കിലും എൻ്റെ പേരുണ്ട്, എന്നെ CBI പിടിക്കണ്ടേ, ED പിടിക്കണ്ടേ? എന്ന് പറയാം. സംഭവം ശരിയാ. പക്ഷെ അത് എവിടെയാ നടക്കുകയെന്നറിയോ? ഇസ്ലാമിലോ മുസ്ലിമിൻ്റെയോ പേരിൽ നടക്കൂല. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? യഅലമു ഖായിനത്തുൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ മനസ്സിൽ രഹസ്യമാക്കി വെച്ചതും കണ്ണുകളുടെ കട്ടുനോട്ടവും അറിയാവുന്ന ഒരു വലിയ രാജാവിൻ്റെ കോടതി വരാൻ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം മറച്ചു വെക്കാം, പക്ഷേ അവിടെ ഒന്നും മറച്ചു വെക്കാൻ പറ്റൂല. ആ ബോധ്യം നമുക്കുണ്ടാകണം. അതാ ഇസ്ലാം. അങ്ങനെയുള്ള മുസ്ലിമിൻ്റെ ജീവിതം മാത്രമേ ജയിലാവുകയുള്ളൂ. മറ്റേന് ഹിന്ദുവിനും മുസ്ലിം ക്രിസ്ത്യാനിക്കും മറ്റ് സഹോദര സമുദായങ്ങൾക്കും ഉള്ളതുപോലെ നമുക്കും സ്വർഗ്ഗാണ്. നമ്മളും അവരും എന്താണോ വ്യത്യാസം? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള മാഷ മോക്കൊരു കല്യാണാലോചന വരുന്നു. എന്നിട്ട് കല്യാണാലോചന വരുമ്പോൾ ഈ പള്ളിയിലത്തെ ഖത്തീബിൻ്റെ അടുത്ത് എത്തുവാൻ, എന്താ ഉസ്താദേ, ഞാനിങ്ങനെ നമ്മുടെ മാഷുണ്ടല്ലോ, അയാളെ മോക്കൊരു കല്യാണാലോചനയും കൊണ്ടുവന്ന, അല്ല മോനിക്കൊരു കല്യാണാലോചനയും കൊണ്ടുവന്ന, എങ്ങനെ സംഭവം? നല്ലല്ലേ, ഗവൺമെൻറ് ജോലിയല്ലേ, വേറെ എന്തെങ്കിലും ചിന്തിക്കണോ? ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ കിതാബ് ഓതി എന്ന് പറയുന്ന, ഓതിയിട്ട് വിവരമില്ലാത്ത പണ്ഡിത വേഷധാരി. കാരണം ഇവന് അറിവില്ല. എന്താ അറിവില്ല എന്ന് പറയാൻ കാരണം? അങ്ങനെ അവരെ ന്യായീകരിക്കുന്ന മൊയ്ലാർമാർക്ക് വിവരമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അറിവിലേക്ക് വെച്ച് ഏറ്റവും നിസ്സാരമായ അറിവ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ അറിവ്, ദുനിയാവിന് പരലോകത്തേക്കാൾ നിസ്സാരമാണ്, അല്ലെങ്കിൽ ദുനിയാവിനേക്കാൾ ഉന്നതമായ ഒരു ജീവിതമാണ് പരലോക ജീവിതം, അവിടെയാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന തിരിച്ചറിവാണ് അറിവിൽ വെച്ച് ഏറ്റവും ചെറിയ അറിവ്. ആ അറിവ് മൊയ്ലാർ പഠിച്ചിട്ടില്ലടോ. അത് പഠിക്കാത്തവന് പണ്ഡിതനെന്ന് വിളിക്കാൻ പറ്റൂല. ഓൻ വെള്ളക്കുപ്പായും തലക്കെട്ടും കെട്ടിയാണ് പണ്ഡിത വേഷധാരിയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ ആര്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 2 കുപ്പി മദ്യം പിടിച്ച ആളുടെ അവസ്ഥ, സാധാരണ ലോക്കൽ ഓട്ടോറിക്ഷക്കാരൻ ചെക്കൻ്റെ അവസ്ഥയും, ഈ മാഷി എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ ഞെളിഞ്ഞിരിക്കുന്ന കൊള്ളക്കാരനും പലിശക്കാരനും അതുപോലെ മദ്യം വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവനുമായ, അതിൽ നിന്ന് പൈസ എടുത്ത് പറ്റുന്ന ഇവനിക്ക് സമൂഹം അംഗീകാരം കൊടുക്കുക, ഗവൺമെൻറ് ജോലിയുടെ പേരിൽ അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുക. ഇസ്ലാമിലെ മുസ്ലിമിന് പറ്റൂല, പ്രത്യേകിച്ച് കേരളത്തിൽ പറ്റൂല. കാരണം കേന്ദ്രത്തിൻ്റെ എനിക്ക് ഞാൻ പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരാരും പറയുന്നത് കേട്ടിട്ടില്ല, ഞങ്ങൾ മദ്യവും ലോട്ടറി മാത്രമേ ഞങ്ങൾക്ക് വരുമാനമുള്ളൂ എന്ന്. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം. എന്നിട്ട് ഇവരെ ഉയർത്തി നിർത്തുവാൻ, ബാക്കി എന്തെങ്കിലും ഒരു കച്ചവടം നടത്തിയിട്ട് പൊളിഞ്ഞു പോയവനൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിൽ എന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും സംരംഭങ്ങൾ നടത്തിയിട്ട് ജീവിച്ച് പൊളിഞ്ഞു പോയാൽ ഓനോട് ഈ പറഞ്ഞ ഈ ഞെളിഞ്ഞിരിക്കുന്ന മാഷി ചോദിക്കുകയെന്ന്, പലിശക്കാരനും കൊള്ളക്കാരനുമായ ഒരാൾ ചോദിക്കുകയെന്ന്, എന്ത് എടാ എനിക്ക് അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടാ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇനി കച്ചവടം പൊളിയുന്ന കച്ചവടത്തിന് ഇനി നിൽക്കാവോ? എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുത്തനിക്ക് ജോലിയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത്, ഒരു പീടിക തുടങ്ങിയാൽ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് പണിക്കാർ സമരം തുടങ്ങും. അന്നേരം പാർട്ടിക്കാർ ഇടപെടും, അവർക്ക് പിരിവ് കൊടുത്തോളണം. പീടിക മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, പൂട്ടിപ്പോവും. ആ പീടിയൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അതിന് പൂട്ടിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആരാന്നറിയോ? ഈ പലിശയും അതുപോലെ തന്നെ മദ്യവും ലോട്ടറിയുടെയും പൈസ ഭക്ഷിക്കുന്ന നമ്മുടെ സമുദായത്തിൻ്റെ പേരുള്ള മാഷിമാർ വന്നിട്ട് മുന്നിൽ നിൽക്കും കൊടി പിടിക്കാൻ. അതുപോലെ തൊഴിലാളി യൂണിയൻ്റെ ആവശ്യമാണ് പൂട്ടിക്കാൻ. എന്നിട്ടോ പൂട്ടിയിട്ട് ആ കടക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എടാ നീ എന്തിനാണ് ഇമാതിരി പണിക്ക് വെക്കുന്നേ, എനിക്ക് കൈക്കോട്ട് പണിക്ക് കൊടുക്കുക, അധ്വാനിച്ച പണിയടാ എന്ന് പറയും. ആരെ പറയുന്നേ? ഈ പൈസ കൊടുത്ത് ഇല്ലാത്ത വിവരത്തിൻ്റെ പേരിൽ ജോലി വാങ്ങിയ ആൾ.
ഓർക്ക് വിവരം, ബേസിക് വിവരമില്ല. ബേസിക് ആയിട്ടുള്ളൊരു വിവരം ഒരു മുസ്ലിമിന് വേണ്ട ഏറ്റവും കുറഞ്ഞ വിവരം എന്താണെന്ന് ചോദിച്ചാൽ പരലോക ജീവിതം ദുനിയാവിലെ ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ചിന്തയാണ് അടിസ്ഥാന വിവരം. ആ അടിസ്ഥാന വിവരം ഇല്ലാത്ത ഇവനൊക്കെ എങ്ങനെയാണ് മാഷായിട്ട് പഠിപ്പിക്കാൻ ഇറങ്ങുന്നതെന്നാ ഈ പണ്ടുള്ളവർ പറയലുണ്ടല്ലോ, ഈ ഉസ്താദ് നിന്ന് പാത്തിയാൽ മക്കൾ നടന്ന് പാത്തുന്നേ. അതാ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സമസ്തേൻ്റെ തലപ്പത്തുള്ളവരായാലും വേണ്ടിയില്ല, എന്തെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായാലും വേണ്ടിയിട്ടില്ല, വേറെ ഏത് ഇതിൽപ്പെട്ട സംഘടനയുടെ ലേബലായാലും വേണ്ടിയില്ല. മുസ്ലിമിന് ഈ പലിശയുടെയും അതുപോലെ തന്നെ ലോട്ടറിയുടെയും കള്ളിൻ്റെയും പൈസ ഉപയോഗിക്കാൻ പറ്റൂല. കിതാബ പറയുന്നത്. ഇത് പറയുമ്പോൾ ഞാനൊരു തീവ്രവാദിയായി മുദ്രകുത്തപ്പെടും, എനിക്കറിയാം. ഞാൻ എന്തോ ഒരു പുതിയ ആശയം പറയുന്നു എന്ന് തോന്നും. പക്ഷെ അതല്ല സത്യം. ഉള്ളതേ പറയാവൂ. ദീൻ അങ്ങനെയാ. കുലിൽ ഹക്ക വൈൻകാന മുറൻ. കയ്പാണെങ്കിലും നീ സത്യം വിളിച്ചു പറയണമെന്നാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞത്. ഇത് ഞാൻ പല നാട്ടിലുള്ള പല മഹലിലുള്ള സെക്രട്ടറിയായിട്ടും പ്രസിഡൻ്റായിട്ടും കമ്മിറ്റിക്കാരനായിട്ടും പൊതുപ്രവർത്തകരുമായിരിക്കുന്ന ഈ പലിശ തീനികളും മദ്യത്തിൻ്റെ പണം തീനികളും അതുപോലെ തന്നെ ലോട്ടറി തീനികളുമായ ആളുകൾ അവർ എന്താവുക, വെറുക്കും, ആക്ഷേപിക്കും. അറിയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരു പണിയുമില്ല, തൊഴിലുമില്ല, ആകെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഇയാൾ ഏതെങ്കിലും 10,000-2,000 ഉറുപ്പ്യ കടോ വായ്പയാക്കിയിട്ട് വാങ്ങിയിട്ട് ഏതെങ്കിലും ഏജൻസിയിൽ പോയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഈ ടൗണിലൂടിക്കൊണ്ട് ഒരു കടകൾ തോറും വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മളെ ഒരു ചേട്ടാ ഒരു ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരെ, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആളെ നമ്മുടെ ഏതെങ്കിലും നാട്ടിലെ മഹലിൻ്റെ പ്രസിഡൻ്റ് ആക്കുമോ, സെക്രട്ടറി ആക്കുമോ? ഇനി അവരെ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താ പറയുക? പള്ളിയിലത്തെ മൊയ്ലാർ തന്നെ പറയും, എന്ത് അയാൾ ശരിയാവില്ല, അയാൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നയാളാ പറയൂലേ? അയാളൊരു സ്ഥാനത്ത് ഇരുത്തൂല. എന്തുവാ കാരണോ? ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ട്. അയാളൊരു ടിക്കറ്റ് വിറ്റാൽ അയാൾക്ക് 1-2 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ട് അയാൾ ജീവിച്ചു പോകും. അതിനെ ഞാൻ അനുകൂലിക്കുകയല്ല, പാടില്ല. യാ നസീബൻ നിരോധിച്ച ലോട്ടറി അള്ളാൻ്റെ റസൂല് നിരോധിച്ച, ഖുർആനും തടഞ്ഞതാണ്. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യുക? ഇയാൾ ഈ പറഞ്ഞ മാതിരിക്ക് വെറുക്കപ്പെട്ടവൻ സമൂഹത്തിൽ അല്ലെങ്കിൽ അയാളുടെ നാട്ടിൽ. അതേസമയം ഇയാൾ പൈസ കൊണ്ടുവന്ന് ഒരു ടിക്കറ്റിൻ്റെ മുകളിൽ 30% ഇയാൾക്ക്, 10% ഇയാൾക്ക് കിട്ടിയിട്ട് ബാക്കി 90% എടുത്തിട്ട് വീതം വെച്ച് തിന്നുന്ന ഈ അധ്യാപകനും ഈ സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ളവരൊക്കെ ആരാ? അവരെ പിടിച്ച് ബഹുമാനിച്ച് ഇരുത്തുക. എന്നിട്ടോ നമ്മുടെ നാട്ടിൽ വിവരമുള്ള ആൾ പലപ്പോഴും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഗവൺമെൻറ് ജോലിക്കാരെയാണ്, അല്ലെ മാഷന്മാരെയാണ്, അല്ലെ സ്കൂൾ മുൻഷിമാരെയാണ് കമ്മിറ്റിയുടെ തലപ്പത്ത് കൊണ്ടുവരിക. നാട്ടുകാർ തിരഞ്ഞെടുക്കുക അത് തന്നെയാണ്. അപ്പം അതിന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം, നമ്മളെ കൂട്ടത്തിൽ ഉസ്താദേ ഇവിടെ വലിയ വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ല, നമ്മളെ കൂട്ടത്തിൽ അത്യാവശ്യം ദീനിയായിട്ട് വിവരമുള്ള ആൾ ആ മാഷാണ്, ആ മുൻഷിയാണ്, അതുകൊണ്ട് അയാളെ പിടിച്ച് പ്രസിഡൻ്റാക്കി. എടോ, നിൻ്റെ അത്ര വിവരം അയാൾക്ക് ഇല്ല. അതിന് ചിന്തിക്കണം. കാരണം നാട്ടിലെ കൂലിപ്പണിയെടുക്കുന്ന ഏത് ഓട്ടോറിക്ഷക്കാരനായാലും അല്ലെങ്കിൽ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരായാലും ഏത് താഴെക്കടയിലുള്ള അന്നന്ന് കൈക്കോട്ട് പണിയെടുക്കുന്ന തൊഴിലുറപ്പുകാർ വരെ ചിന്തിക്കുന്നത് എന്താ ചിന്തിക്കുക? മുസ്ലിമായ ഒരുത്തിൻ്റെ പ്രാഥമിക വിവരം എന്താ? അദ്ദുന്യ സിജിനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരി. നമ്മൾ ജീവിക്കുന്ന ദുനിയാവിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് പരലോകം വരാനുണ്ട്. ദുനിയാവിൽ നമുക്ക് കുറച്ച് കാലേ ജീവിതമുള്ളൂ. നമ്മുടെ സ്ഥിരമായ ജീവിതം പരലോകത്താണ്, മരണശേഷമാണ്.
അതാണ് മഹത്വം. അത് കാലാകാലം ജീവിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും നല്ല ചെയ്താലേ അവിടത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇതാണ് പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത്. ആ വിവരമുള്ളവന് ഈ പലിശേൻ്റെ പൈസ വാങ്ങാൻ പോകുമോ? ഇവനിക്കിതും കൊണ്ട് തിന്നാൽ ദഹിക്കുമോ? ഇവൻ ഈ ലോട്ടറി വിറ്റ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുമോ? ഇവൻ ഈ മദ്യം വിറ്റ പൈസ വാങ്ങാൻ വേണ്ടി പോകുമോ? ഈ പൈസയും ഈ മോഷ്ടിച്ചെടുക്കുന്ന ഓനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു മനുഷ്യൻ തെറ്റിലേക്ക് പോകുന്നത്, അതായത് മദ്യപിക്കുന്നു, അല്ലെ വ്യഭിചരിക്കുന്നു, അല്ലെ മറ്റുള്ളവരുടെ പൈസ കൊള്ളയടിക്കുന്നു, ഇത് ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്ന എന്താ? ആ ചിന്ത എനിക്ക് വരുന്ന എന്താ ചിന്ത? അതായത് മദ്യപിക്കുന്ന സമയത്ത് ഓർക്ക് വിശ്വാസം ഇല്ലാണ്ടായി പോവാന്ന്. അതാണ് ലാ യസിനി സാനി ഹീന യസിനി ബഹുവ മുമിൻ എന്ന് തുടങ്ങുന്ന ഹദീസിൻ്റെ അർത്ഥം. മദ്യപിക്കുമ്പോൾ ഓന് വരുവാന്ന് എന്ത് ചിന്ത? മദ്യപിക്കാൻ വേണ്ടി മദ്യം എടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഓനിക്ക് ചിന്ത വരുവാന്ന് ഏത്? ഈ പ്രാഥമിക വിവരം. അതായത് ഞാൻ ജീവിക്കുന്ന ദുനിയാവിലാണ്, എനിക്ക് വരാൻ പോകുന്ന പാരത്രിക ലോകമാണ്. പാരത്രിക ലോകം എന്ന് പറഞ്ഞാൽ ദുനിയാവിനേക്കാൾ മഹത്തരമേറിയതാണ്. അവിടെ ഞാൻ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ള ചിന്ത ഓനിക്ക് വന്നാൽ ഓൻ പിന്നെ കുടിക്കൂല, ഓന് മദ്യപിക്കാൻ കഴിയൂല. ഓൻ ആ ഗ്ലാസ് ഒഴിച്ച് വെച്ചെടുത്തിട്ട് ഇട്ടിട്ട് പോരും. അതേപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗുഹയിൽപ്പെട്ടുപോയ ആളുകൾ അള്ളാഹുവിനോട് അതിലൊരു മനുഷ്യൻ പറഞ്ഞ കഥ എന്ത്? ഈ പാറക്കെട്ടിൽ ഒരു ഗുഹയുടെ അടുത്ത് വന്നിട്ട് പാറ വന്നിട്ട് അടഞ്ഞു പോയിരുന്നു. ആ ഒരു സംഭവം ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞത് എന്ത്? എനിക്കൊരു എളാപ്പാന മോളുണ്ടായിരുന്നു, അവളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓളെ എനിക്കൊരു ദിവസമെങ്കിലും കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇനി കാത്തു നിന്നു, പല ശ്രമവും നടന്നില്ല. ഒരിക്കൽ ഭയങ്കര ക്ഷാമകാലം വന്നപ്പോൾ ഓൾ എന്നോടൊരു പൈസയ്ക്ക് ചോദിച്ചു, അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഇന്ന പോലെ വഴങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതിന് സമ്മതിച്ചു. കാരണം നിർവാഹക്കേടുകൊണ്ട് പൈസ കിട്ടേണ്ടിയിട്ടാണ് അവൾ സമ്മതിച്ചത്. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഓളൊരു റൂമിലായി വാതിലടച്ചു. പരിപാടി തുടങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് ഓള് പറഞ്ഞു, അള്ളാനെ സൂക്ഷിക്കണം. അപ്പം എന്തൊക്കെ എനിക്ക് ചിന്ത വന്നു. എന്ത് ചിന്തയാണ് വരുന്നത് അവിടെ? പടച്ചോനെ, പരലോകം വരാനുണ്ട്, അവിടുന്ന് ഞാൻ ഇനി ഹിസാബിനെ പറയേണ്ടി വരും എന്ന ചിന്ത വന്നു. അതോടെ ഞാൻ വേണ്ട, വായില് പറഞ്ഞു, ഓളോട് പറഞ്ഞു നീ പൊയ്ക്കോന്ന് പറഞ്ഞു. ഇങ്ങനെ തെറ്റിൽ നിന്ന് മനുഷ്യനെ തടയാനുള്ള നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് താൻ സുരക്ഷിതനാണ് എന്ന് തോന്നുന്ന സമയത്ത് ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി തെറ്റിലേക്ക് വഴി നടത്തുമോനെ ശൈത്താന്. അപ്പം അവനെ തടയേണ്ട എന്താ? ഞാൻ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ഞാനിതാ ഇവിടുന്ന് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് കാണുന്നുണ്ട്. ഞാൻ കക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പിടിച്ചു പറിക്കുന്നത്, അന്യൻ്റെ മുതലെടുക്കുന്നത്, ഭൂമി കൊത്തിപ്പറിക്കുന്നത്, ഇത് അള്ളാഹു കാണുന്നുണ്ട്. ഞാൻ പോകേണ്ട പരലോകത്തേക്കാണ്, അത് ഇനി ദുനിയാവിനേക്കാൾ മഹത്തരമേറിയതാണ് എന്ന ചിന്ത അവിടെ ആ മനുഷ്യന് വരുന്നില്ലെങ്കിൽ എന്താ പിന്നെ അവൻ്റെ അവസ്ഥ? അപ്പോൾ ഈ ദുനിയാവിനെ പരലോകത്തേക്കാൾ വലുതായി കാണുന്നവർ അവർ വിവരമില്ല. കാരണം അതാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത്, ദുനിയാവ് സിജിനുൽ മുഅ്മിനും ജന്നത്തുൽ കാഫിറും ആകുന്നേ. അല്ലാതെ നമ്മളെ അടുത്ത് കുറേ പൈസ ഉണ്ട്, ചിലപ്പോൾ നമുക്ക് മുഖ്യമന്ത്രീൻ്റെ ഈ നവകേരള സദസ്സിൽ ബിരുന്നിനൊക്കെ നമ്മളെ വിളിച്ചിന്ന് വരും, നമ്മൾ വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ. അതുപോലെ വലിയ വലിയ കാറിൽ പോകാൻ പറ്റിയെന്ന് വരും. അവിടെയൊക്കെ ചിന്തിക്കണം നമ്മുടെ ഈ പൈസ. അപ്പോൾ ചിലർ ചോദിക്കും പിന്നെ സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകേണ്ട. സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. സ്വന്തമായിട്ട് ഓരോ വ്യക്തിയല്ലാതെ ഈ സ്ഥാപനമൊന്നുമില്ല. ഓരോരുത്തരിയ്ക്കുന്ന പണ്ഡിത വേഷധാരികൾ ചെയ്ത് കൂട്ടുന്ന പ്രവൃത്തികൾ നമ്മൾ ചിന്തിക്കണം. താഴെക്കടയിലുള്ള പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഉസ്താദ്മാരെ പറ്റിയല്ല ഈ പറയുന്നത്. അവരും ഇത്തരം തെമ്മാടികൾക്ക് ഓശാന പാടുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മിണ്ടൂല. നമ്മൾ പറയാറുണ്ട് സാധാരണ, വലിയോൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന ചോരുന്നത് ആരും കാണൂല, കടുക് ചോരുന്നത് എല്ലാവരും കാണും.
ഇതേക്കുറിച്ച് പണ്ഡിതന്മാർ പ്രതികരിക്കൂല. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കുറിച്ചാണ് വ ഉലമാഉഹും ഷിറാറുൽ ഖൽക്കി തഹ്ത സമ, ആകാശത്തിൻ്റെ ചോട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികളായി അവരുടെ പണ്ഡിതന്മാർ മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ജോലിയിൽ ഈ ഗവൺമെൻറ് ജോലി എന്ന ചിന്ത മാറ്റി വെക്കുക. ചിലരിപ്പോഴും മറുപടി കൂട്ടിക്കൊണ്ടിരിക്കുക, സംവരണം വേണം ജോലിയിൽ. നല്ല തന്നെ, അതൊക്കെ മുസ്ലിം സമുദായത്തിന് സംവരണമൊക്കെ കിട്ടട്ടെ. എന്ത് സംവരണം കിട്ടിയിട്ട് എന്താ കാര്യം? ഹറാമ് തിന്നിട്ട് ഏതൊരുത്തൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, പണ്ട് എൻ്റെ ഒരു വല്യപ്പ പറയാറുണ്ടായിരുന്നു, ഈ കാക്കത്തൂവൽ കൊണ്ട് അമ്പ് കിട്ടിയാലേ കക്കൂസിലെ ചെന്ന് വീഴുള്ളൂ എന്ന് പറഞ്ഞ മാതിരിക്ക് ഇതാണ് ഇവരെ അവസ്ഥ. ഇവർക്ക് ധർമ്മം ചെയ്യാനോ മറ്റൊരു പാവപ്പെട്ടവനോ ഇവർക്ക് കാണാൻ കഴിയൂല. ഇവൻ ഗവൺമെൻറ് ജോലിയോ ഉയർന്ന തലപ്പത്തിലേക്ക് കയറി പോകണം. ഈ എന്തും തിന്നിട്ട്, ഈ ഹറാമും തിന്നിട്ട്, എന്നിട്ട് പേരിനോ ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആൾ. ആ മാഷോ, അയാൾ ഇത്ര വലിയ ഉയർന്ന റാങ്കിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ദീനിനെ സഹായിക്കുന്ന ആളാ, പള്ളിക്ക് തരുന്നയാളാ, പള്ളീൻ്റെ ബാത്റൂമിന് മാർബിൾ ഇടാൻ വേണ്ടിയിട്ട് പൈസ തന്നയാളാ. എടോ, അവൻ്റെ പൈസ ഹറാമാണ്, അവൻ്റെ രക്തം ഹറാമാണ്, അവൻ്റെ ചിന്ത ഹറാമാണ്. കാരണം പലിശയിൽ നിന്നും മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നിട്ട് അവനാണ് ദീനിനെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നത്. ഓൻ്റെ പൈസ മേടിച്ചിട്ട് മദ്രസയിലെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ സമൂഹത്തിൽ എത്ര വലിയ തമ്മാടികളാവുമെന്ന് ചിന്തിച്ചാൽ മതി. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മഹാഫത്തുള്ള അള്ളാഹുവിനോടുള്ള ഭയമായിരിക്കണം. നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല ചെയ്യേണ്ടത്. നമുക്ക് ജോലി കൈക്കോട്ട് പണി ചെയ്യുക, കൂലിപ്പണി ചെയ്യുക, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുക, എന്ത് ജോലിയും ചെയ്യുക. പക്ഷേ എല്ലായിടത്തിലും നമുക്ക് ജയിലാണ്. ഇവിടെ ജയിലായതുകൊണ്ട് നമുക്ക് നിയന്ത്രണമുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിലോ ഷോപ്പിലോ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന അന്യ സമുദായക്കാരന് ചിലപ്പോൾ ഉണ്ടാവും അവിടുന്ന് ഭാര്യയിട്ട് ഓരോന്ന് തിന്നുന്ന്. നമുക്കത് തിന്നാൻ പറ്റൂല. കാരണം എന്താ? ആ ഉടമസ്ഥൻ്റെ തൃപ്തിയില്ലാതെ നമ്മൾ തിന്നാൽ നമുക്ക് ഹറാമാണ്. അതുകൊണ്ടാണ് ജയില് എന്ന് പറയുന്നത്. ജയിലും സ്വർഗവും ഒരേ സ്ഥലം എന്നുള്ള നിശ്ചയിച്ച് ദുനിയാവിനെ. ഒറ്റ സ്ഥലം ദുനിയാവ്. ഈ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, തൊട്ട അയൽവക്കത്ത് മറ്റൊരു സമുദായക്കാരൻ താമസിക്കുന്നു. അവന് സ്വർഗം, നമുക്ക് ജയില്. എന്താ വ്യത്യാസം? ഇവിടെ മഴ പെയ്യുന്നു, വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിലെ വിഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോന്നിൻ്റെ അടുത്ത് പോകുമ്പോഴും ജയിലാണ്. കാരണം എന്താ? ജയിലിലെന്താ? ഓരോന്നിനും നിയന്ത്രണ. ചിലപ്പോൾ അടി കിട്ടും. അതേ സമയത്ത് മറ്റവനോ, ഓന് സ്വർഗ, ഓനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് തിരിച്ചറിയണം. അവിടെയാണ് ഈ മുസ്ലിമിൻ്റെ ജയിലും പിന്നെ മറ്റൊരുത്തൻ്റെ കാഫിറിന് സ്വർഗമായിട്ട് മാറുന്നത്. ഇത് തിരിച്ചറിയുമ്പോഴാണ്, ഈ അടിസ്ഥാന കാര്യം തിരിച്ചറിഞ്ഞാൽ ഈ സർക്കാർ ജോലീൻ്റെ പിന്നാലെ ആരും പോവില്ല. അതാണ് പരമാർത്ഥം. അതുകൊണ്ട് എന്ത് ചെറിയ തൊഴിലായാലും, ഏത് ചെറിയ തൊഴിലായാലും നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്കൊരു ചിന്ത ഉണ്ടാകണം, നമുക്കതിൽ കിട്ടുന്ന പൈസ ഹലാലാണ്. നമുക്ക് കിട്ടുന്ന പൈസ ഹലാലാണ്. നമുക്ക് രണ്ട് നിയമം നമ്മൾ അംഗീകരിക്കേണ്ടത്. അതായത് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ള എല്ലാ മതക്കാർക്കും ഒറ്റ നിയമമേ അംഗീകരിക്കേണ്ടതുള്ളൂ. എന്ത്? നമ്മുടെ രാജ്യത്തെ ഈ 1-ാം തീയതി മുതൽ നടപ്പിൽ വരുന്ന ന്യായ സംഹിത ഉണ്ടല്ലോ, അത് മാത്രമേ എല്ലാവർക്കും പേടിക്കേണ്ടതുള്ളൂ. മുസ്ലിമിന് അത് മാത്രം പോരാ. അത് അന്യായ കോടതിയിലെ കേസ് വരുന്നതാണെന്ന് എല്ലാവർക്കും പേടിക്കേണ്ടത്. പക്ഷേ മുസ്ലിം പേടിക്കുന്ന എന്താ? ഒരു ന്യായ കോടതിയുണ്ട്. ഇവിടെയുള്ള എല്ലാ കോടതിയും അന്യായമാണ്. അന്യായ കോടതിയിലത്തെ കേസ് ചിലപ്പോൾ അവിടെ സത്യമാവും, നുണയാവും, ഒക്കെ ആവും. പക്ഷെ ഒരു ന്യായ കോടതി വരുന്നുണ്ട്, മഹ്ശർ, അള്ളാൻ്റെ കോടതി. എന്ത് കോടതി? കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് പകരം കൊമ്പ് വെച്ച് കൊടുത്തുകൊണ്ട് തിരിച്ച് കുത്തിപ്പിക്കുന്ന ഒരു കോടതി, അള്ളാൻ്റെ കോടതി. അവിടെ സമാധാനം പറയേണ്ടി വരുമെന്ന പ്രാഥമികമായ വിവരമെങ്കിലും ആർജിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മുസ്ലിമായിട്ടുള്ള ജീവിതവും
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. കച്ചവടം എന്തും ചെയ്യുക, ഓരോരുത്തർക്ക് ഐഡിയ, ബിസിനസ്, അതെല്ലാം അള്ളാഹു കൊടുക്കുന്ന ഫضലാണ്. എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങാം. ചിലർക്ക് അള്ളാഹു ബർക്കത്ത് കൊടുക്കും. ഒരാടിനെ പോറ്റിയിട്ട് കോടാനുകോടി ആടുകളായ കാറൂൻ മുതൽ നമ്മൾ കണ്ടതാണ് ദുനിയാവ്. ചെറിയ നിസ്സാരമായ തട്ടുകട നടത്തിയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യേൻ്റെ ബിസിനസ്സുകാരായി മാറിയ ആളുകൾ ജീവിച്ച നാടാണ് നമ്മുടെ നാട്. വളരെ പാവപ്പെട്ടവർ. അതേസമയം കോടീശ്വരനായ കുടുംബത്തിൽ ജനിച്ചിട്ട് ഒന്നുമില്ലാണ്ടായി പോയ പാവങ്ങളുള്ള നാടാണ് നമ്മളത്. അപ്പം നമുക്കുള്ള ജോലി, നമുക്കുള്ള സമ്പാദ്യം, നമ്മുടെ ഭക്ഷണത്തിലെ വിശാലത എന്ന് ഞാൻ പറഞ്ഞ വിഭവം ഉണ്ടല്ലോ, വസായത്ത് റിസ്കി എന്ന് പറഞ്ഞത്, ആ ജീവിതത്തിലെ സുഭിക്ഷത അത് അള്ളാഹു തരുന്നതാണ്. നമ്മളാരും വിചാരിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ അധ്വാനിക്കുക, പണിയെടുക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഹലാലാണെന്ന് ഉറപ്പ് വരുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.